പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു കടലക്കറി ഉണ്ടാക്കാം. മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് വേവിച്ചതാണ്. വെള്ളക്കടലയാണ്, വെള്ളക്കടല. ഇന്നലെ രാത്രി കുതിരാൻ വെച്ചു, രാവിലെ വേവിച്ചു. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചാണ്. ഇനി വറക്കണ കാണാം. കുറച്ച് എണ്ണ ഒഴിക്കാം. കടുകിടാം. ദോശയ്ക്ക്, ഇഡ്ഡലിക്ക്, പുട്ടിന്, ചപ്പാത്തിക്ക്, വെള്ളപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്ന കറിയാണ്. സിമ്പിൾ കറിയാണ്. കടുകിട്ടു, കടുക് പൊട്ടി, പെരുംജീരകം ഇടണം. 2 വലിയ സവാളയാണ്, 2 എണ്ണം. ഇനി പട്ട, ഗ്രാമ്പ് അങ്ങനെയൊക്കെ ഇടാം. ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇടാം. അതൊന്നും ഇടുന്നില്ല, സിമ്പിളാണ്. കുറച്ചൊന്ന് വാടട്ടെ. രണ്ട് തരം കടലുണ്ടല്ലോ, ചുവപ്പുണ്ട്, ഇത് വെള്ളയാണ്. ഇത് വെള്ളയിൽ വലുതല്ല, ചെറുതാണ്. വലിയ കടലയുണ്ട്, ചെറിയ കടലയുണ്ട്, ഇത് ചെറുത്. ലേശം ഉപ്പിടാം. മാവട്ടെ. ഒരു സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ജീരകപ്പൊടി, ലേശം ഒരു പൊടിക്ക് കുരുമുളക് പൊടി. ഇതാണ് മസാല വരുന്നത്. പിന്നെ കുറച്ച് മീറ്റ് മസാല ഇടുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാവും. കടലയൊക്കെ വേറെ വഴറ്റാനുള്ള സമയം എടുക്കണം. പിന്നെ സമയം എടുത്ത് വഴറ്റണം. പൊടിയിട്ട് മണം പോയിട്ട് വഴറ്റും. മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകം, കുരുമുളക്, അതൊക്കെ അര സ്പൂൺ, കുറച്ച് 1/2 സ്പൂൺ മീറ്റ് മസാല. നന്നായി പച്ചമണം മാറി. ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഒക്കെ സിമ്പിളായിട്ടുള്ള ഇറങ്ങുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മാതിരി. പിന്നെ അത് വറക്കുന്നതിലും വെക്കുന്നതിലൊക്കെ ചെറിയ ടിപ്സുകളാണ് ഒക്കെ. ഒരുപാട് വറുത്ത് അധികമായാലും പ്രശ്നമാണ്. ഭയങ്കര വറവ് കമ്മി വേണ്ട, ചൂടായാൽ മതി. കുട്ടികളൊക്കെ അറിയില്ലല്ലോ. പിന്നെ കുക്കിംഗ് ചെയ്യാൻ അമ്മമാർക്കൊക്കെ എല്ലാം അറിയും. ചെയ്യാത്ത കുട്ടികൾക്കുള്ളതാണ്, അറിയാത്ത കുട്ടികൾക്ക്. കടല ഒഴിക്കാം. കടല ഒഴിച്ചൊന്ന് 2 മിനിറ്റ് തിളക്കാം. നമ്മുടെ കറി റെഡി. ഇവിടെ പണിയുള്ളൂ, വേഗമാവും. ഞാൻ തിളക്കണം. തിളക്കട്ടെ. 2 മിനിറ്റ് തിളച്ചാൽ ഇറക്കി വയ്ക്കാം.
ഇനി വേറൊരു തരത്തിൽ ഇതേ കറി വേറൊരു തരത്തിൽ കൂടി വെക്കുന്നുണ്ട്. കറി റെഡിയായി. സൂപ്പർ ടേസ്റ്റി കടലക്കറി റെഡി.